നിങ്ങൾ ഒരിക്കലും സ്വയം തോറ്റു കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്ക് അത് തോന്നും. കോപം മനുഷ്യൻ്റെ ശത്രുവാണ്. നിന്നെ സ്നേഹിക്കുന്നവരെ പോലും അത് നിന്നിൽ നിന്ന് അകറ്റും. എന്നാൽ ക്ഷമ ജീവിതത്തിലെ നല്ല ശീലങ്ങളിൽ ഒന്നാണ്. അത് മനുഷ്യന് ഒരു അലങ്കാരമാണ്. ശത്രുവിനെ പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും. വിശ്വാസം എന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. പങ്കാളിയോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ മാത്രമേ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതം വെള്ളത്തെപ്പോലെ ആകണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിൽ ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അത് അയാൾ വിഷമത്തിലായതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാർ ആണെങ്കിലും മിക്ക മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക. നാളെ എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അധികനേരം നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്താതിരിക്കുക. ജീവിതത്തിലെ എല്ലാ മോശ സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം ഇത് നിങ്ങളുടെ സങ്കടം വർദ്ധിപ്പിക്കും. തങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടാത്തവർ മോശക്കാരാണെന്നും ഉപകാരപ്രദമാകുന്നവർ നല്ലവരാണ് എന്നുമുള്ള പൊതുതത്വമാണ് മോശം അഭിപ്രായങ്ങളിൽ മനുഷ്യരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കുക, അവരോടൊപ്പം കളിക്കുക. മറ്റാരേക്കാളും നിങ്ങൾ അവർക്ക് മികച്ച സുഹൃത്തായിരിക്കണം. ഈ സമൂഹം ധാരാളം ചീത്ത സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യുന്നു. അവർ അത്തരം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനു മുൻപ് അവരുടെ ഏറ്റവും മികച്ച സുഹൃത്തിനെ അവർക്ക് നിങ്ങളിൽ കണ്ടെത്താൻ സാധിക്കണം. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. ഉയർച്ചയും താഴ്ചയും സന്തോഷവും സങ്കടവുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമാകുന്നത്. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊന്നിലേക്കുള്ള നമ്മുടെ കാൽവെപ്പാണ് വിജയം. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ആത്മസംയമനം പാലിക്കുക. ബഹുമാനം നിങ്ങളെ തേടിയെത്തും. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. നിങ്ങളുടെ മൗനം കൊണ്ട് ഒരു രംഗം ശാന്തമാകുന്നുവെങ്കിൽ, മനോഹരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മൗനം അതിമനോഹരമാണ്. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക. മറ്റാരിൽ നിന്നെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. ആളുകൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടുകയോ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തരം താഴ്ത്തി കാണുകയോ ചെയ്യരുത്. പകരം ഇതോർക്കുക, ആളുകൾ എപ്പോഴും സ്വർണത്തെയാണ് അതിൻ്റെ പരിശുദ്ധിയെ ചൊല്ലി സംശയിക്കുന്നത്, അല്ലാതെ ഇരുമ്പിനെയല്ല. ഓർമ്മകൾ എപ്പോഴും സവിശേഷമാണ്. ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ ദിവസങ്ങളെ ഓർത്ത് ചിരിപ്പിക്കും. എന്നാൽ ചിലത് ചിരിച്ച നാളുകളെ ഓർത്ത് കരയിപ്പിക്കും. അതാണ് ജീവിതം. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു റോളുണ്ട്. ചിലർ നിങ്ങളെ പരീക്ഷിക്കും,
ചിലർ നിങ്ങളെ ഉപയോഗിക്കും, ചിലർ നിങ്ങളെ സ്നേഹിക്കും, ചിലർ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടവർ നിങ്ങളുടെ ഏറ്റവും നല്ല വശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. ഉയർച്ച താഴ്ചകൾക്കിടയിലും അത്ഭുതകരമായി എന്തെങ്കിലും നന്മകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് എപ്പോഴും വിശ്വസിക്കുക. എത്ര ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുക. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നവരെ പുഞ്ചിരിയോടെ ഒന്ന് ചേർത്തണയ്ക്കാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെയാണ് സമാധാനമുണ്ടാകുന്നത്. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും.